ഗുഡ് മോർണിംഗ്. നേരെ ഒന്ന് പുലർന്ന് വരുന്നുള്ളൂ കേട്ടോ. നല്ല പുലർച്ചെ സമയമാണ്. വളരെ നേരത്തെ എണീച്ചു, കാരണം നത്തൊക്കെ അല്ലേ. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ആസ് യൂഷ്വൽ ഞാനെൻ്റെ മെഡിറ്റേഷനും കാര്യങ്ങളും പ്രാണായാമവും ഇതെല്ലാം കൂടി ആയിട്ട് കുറച്ചൊന്ന് ബിസിയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ബാക്കി എന്തോന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്കൊരു പുതിയ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് തുടങ്ങട്ടെ. നല്ലൊരു മൂഡിലേക്ക് എത്തിക്കാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇത് നമുക്ക് ശീലമാക്കിയാൽ അത്രയും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. കുറേ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ മടുക്കൊന്നുമില്ല, മാറി മാറി ചെയ്താൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്, കാരണം വല്ലാതെ വെയിറ്റ് കൂടുന്നുണ്ട്. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മത്തൻ്റെ വിത്താണ് കേട്ടോ. നമ്മളൊക്കെ ഇത് പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് അടുപ്പിൻ്റെ അടുത്ത് ഒക്കെ ഉണക്കിയിട്ടും അതിൻ്റെ വിത്ത് ഉണക്കി അത് പൊളിച്ചൊക്കെ എടുത്ത ആ ഒരു ഓർമ്മകളൊക്കെ ഇല്ലേ, അത് നമുക്ക് അത്രയും കഷ്ടപ്പെടാതെ കിട്ടുന്നത് വലിയ കാര്യം. പിന്നെ ഇതും അതുപോലെ കുറേ സീഡ്സും നട്ട്സും കൂടിയൊക്കെ പൊടിച്ചിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ. ഒമേഗ റിയൽ മിക്സ് എന്നാണ് പറയുക. കുറേ ഫാറ്റി ആസിഡ്സും ഇതെല്ലാം ഉണ്ട്, വൈറ്റമിൻസ്, നമുക്കെല്ലാം കൊണ്ടും നല്ലതാണ്. ഞാൻ വെള്ളത്തിലൊന്ന് കലക്കി കുടിക്കുക ചെയ്ത്. എനിക്ക് പാൽ അങ്ങനെ ആക്കാൻ ഇഷ്ടമല്ല, വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കും. ഇത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്കൊക്കെ പോകാൻ കേട്ടോ. എൻ്റെ റൂമിലോട്ടൊക്കെ പോയി അവിടെ നിന്നാണ് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതേപോലത്തെ ഒന്ന് ക്ലീൻ ആക്കണം, ഒന്ന് ബെഡ്ഷീറ്റ് മടക്കി വെക്കണം, അങ്ങനെ എല്ലാ ചില്ലറ പണികളൊക്കെ അല്ലേ. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് കർട്ടനൊക്കെ പൊക്കി വീടും കേട്ടോ. ഒരു ചെറുതായിട്ടൊന്ന് ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുറത്ത്, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലീനിങ് ഒക്കെ തലേന്ന് വൈകുന്നേരം തന്നെ ചെയ്ത് വെക്കാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലത്തേക്ക് തന്നെ ഇതാക്കേണ്ടി വന്നു. സാധാരണ എല്ലാവരും ഞങ്ങളൊക്കെ പണ്ട് മുതലേ തലേന്നാണ് ക്ലീനിങ് പരിപാടികളൊക്കെ മുഴുവനായിട്ട് ചെയ്യും. പുറം ക്ലീനിങ് ആകും, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല, നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ കുറച്ച് അയണിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും എടുത്ത് വെക്കില്ല കേട്ടോ. അന്നന്ന് വേണ്ട ഡ്രസ്സ് അന്ന് തന്നെ അയൺ ചെയ്യും, എന്നിട്ട് ഇടും. അത് അത്രയേ ഉള്ളൂ. അങ്ങനെ അത്യാവശ്യം ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം കാര്യമായിട്ട് തന്നെ. അപ്പോൾ ഞാൻ വല്ലപ്പോഴും വയ്ക്കാണ് കേട്ടോ തലയിൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യാറുള്ളത്. ഒരു വീക്ക്ലി 2 days അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് എനിക്ക് ഡെയിലി ഒന്നും ഇത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു എക്സ്ട്രാ വെർജിൻ ഓയിലുണ്ട്, അതാകുമ്പോൾ വല്ലാതെ തിക്കല്ലല്ലോ. അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. വേറെ ഒന്നും അതിലങ്ങനെ ആഡ് ചെയ്യൂല. കുറച്ചൊക്കെ വല്ലപ്പോഴൊക്കെ എൻ്റെ ഒരു മൂഡ് പോലെ ചിലപ്പം വല്ലതൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്ലെയിൻ ഓയിലാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇത് മസാജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടി സ്കാൽപ്പൊക്കെ ഒരു ഇതാവും എന്നാണ് പറയുക. നമുക്ക് മുടിയൊക്കെ ഒന്ന് വളരാനുള്ളൊരു ഇത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നന്നായി എണ്ണയിലൊക്കെ മുങ്ങി കുളിച്ചു. പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് ഫേസ് മാസ്കോ അല്ലെ ഫേസ് പാക്കോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇടണം കേട്ടോ. ഞാനിത് മിക്കപ്പോഴും സമയം കിട്ടുമ്പോൾ എനിക്ക് ചെയ്യാറുണ്ട്. കാരണം നമ്മളിപ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് കുറേയൊക്കെ പ്രായമാകുമ്പോൾ ഒക്കെ വല്ലാതെ പ്രായമാകുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുമോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴേ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇത് ഗാർണിയറിൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ്, കൊള്ളാം, നല്ലതാണ്. ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടി ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇട്ട പോലെ തോന്നും. ചില മാസ്ക് ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയോ പോലും എടുത്തു കഴിഞ്ഞാൽ. ഇതൊന്ന് കാണാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ എനിക്കിത് ഇഷ്ടമുള്ളത്. ഞാൻ കുറേ എണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് ഒരുങ്ങി കെട്ടി പോകണം. വേറെ ഇങ്ങോട്ടല്ല, ഒന്ന് അമ്പലത്തിൽ പോകാനുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് സുന്ദരിയായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ എൻ്റെ അത്ര സ്കിന്നും ഹെയറും ഇതൊക്കെ വല്ലാതെ ഓവറായിട്ട് കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ തോന്നുന്നത്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചു കൊണ്ട് നടന്നില്ലെങ്കിൽ നമുക്കറിയാം അത് പെട്ടെന്ന് തന്നെ ചുളിവൊക്കെ വരാൻ നല്ല സാധ്യത കൂടുതലാണ്. പിന്നെ ഞാൻ എൻ്റെ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയി ആസ് യൂഷ്വൽ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഒന്നെങ്കിൽ വിളക്ക് കത്തിക്കും, അല്ലെങ്കിൽ ചന്ദനത്തിരി, ഇങ്ങനെ വല്ലതൊക്കെ ആയിട്ട് അതൊന്നും എനിക്ക് തുടങ്ങണം. ഇതാണ് എൻ്റെ ഒരു ഫ്രഷ് തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയുണ്ട്, എല്ലാവരും എണീറ്റ് വരാനൊക്കെ ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ചെയ്യണം. ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പറയാറില്ല, വീട്ടിലെവിടെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പം പിന്നെ ദോശ ആകുമ്പോൾ മുരാ ദോശ, അതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒക്കെ വല്ലപ്പോഴും തട്ടിൽ കുട്ടി ദോശ ഉണ്ടല്ലോ, അതുണ്ടാക്കും. വളരെ ഇതായിട്ടുള്ള ഒരു കുഞ്ഞു പഞ്ഞി ദോശ. ഇതാണെങ്കിൽ നല്ല ക്രിസ്പായിട്ടുള്ള ദോശയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുരുമുരാന്നിരിക്കുമല്ലോ. അതും പിന്നെ ചട്നി നിർബന്ധമാണ്. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ചട്നി ചമ്മന്തി ഈ സാധനം വേണം. അല്ലാതെ വെറുതെ വേറെ മസാല ഒന്നും കൊണ്ട് എനിക്ക് തൃപ്തിപ്പെടാൻ പറ്റാറില്ല. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ റെഡാണ് കൂടുതൽ ഉണ്ടാക്കുക. ഇതിന് മുന്നേ എനിക്ക് വൈറ്റ് ആയിരുന്നു ഇഷ്ടം. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മാറി റെഡിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. ചട്നിയും ദോശയും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ.
ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ തന്നെ നട്ട്സും പിന്നെ ഇപ്പോൾ ഒരു ഇഞ്ചി ചായ, ഒരു കട്ടൻ ചായയും ഇത്രയും മതി. എന്തായാലും ഈ ചായ ഫിനിഷ് ചെയ്യാൻ ഞാൻ പുറത്തേക്കൊക്കെ വരാറുണ്ട്. ഒന്ന് മുറ്റത്ത് കൂടിയൊക്കെ നടക്കാം, എൻ്റെ പൂക്കളും ചെടികളൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ടൊന്ന് നനയ്ക്കാം, ഇതൊക്കെ ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് വലിയ ഗാർഡൻ ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് എനിക്കിഷ്ടമാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്തായാലും അമ്പലത്തിലോട്ട് പോകാൻ. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. ബാക്കി എല്ലാവരും ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ ഒരു പണികളിലേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പൂക്കളും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകാൻ കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലമുള്ള. നല്ല ചൂടും വെയിലും ഉണ്ട്. ഇത്ര രാവിലെ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സാധാരണ അത്തൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ മഴയൊക്കെ എല്ലായിടത്തും പതിവല്ലേ. ഇവിടെ നല്ല ചൂടായിരുന്നു. ഞാനിങ്ങനെ ഷോളൊക്കെ ഇട്ട് പൊതിച്ച് തലയൊക്കെ കവർ ചെയ്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന വഴിക്ക് തന്നെ അവിടെ തൊട്ടടുത്ത് പൂക്കളൊക്കെ വിൽക്കാറുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പോയിട്ട് വേണം പൂവിടാൻ. ഇത് പിന്നെ പോണ വഴിക്ക് ഇങ്ങനത്തെ ഓരോ അടിച്ചുമാറ്റലൊക്കെ എൻ്റെ ഒരു സ്ഥിരം കലപരിപാടികളാണ്. ഇരുമ്പിപ്പുളി ഇതൊന്നും വെറുതെ വെക്കാറില്ല. ഇത് നമ്മുടെ വീട്ടിൽ അവിടെ വരുന്ന പൂച്ചയാണ് കേട്ടോ. അവനാണ് പോസ് ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞ് അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട്. അത്തായതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇടുന്നുള്ളൂ കേട്ടോ. നമുക്ക് തിരുവോണം ഉത്രാടമൊക്കെ ആകുമ്പോഴത്തേക്കും വിപുലീകരിച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ബൈ ബൈ.